വി.എസിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ വിചിത്രമെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ. ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ളവയല്ല, ആരോ എഴുതി കൊടുക്കുന്നതാകാം. പന്മനയിലെ KMML സന്ദർശിക്കാൻ അദ്ദേഹത്തോടൊപ്പം താൻ പോയിട്ടില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. വി.എസ് ഉയർത്തിപ്പിടിച്ച പല ജനപക്ഷ നിലപാടുകളെയും പിന്തുണച്ചിട്ടുള്ള പാർട്ടികളാണ് RSPയും CPIയും. ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെ വിചിത്രമായിട്ടുള്ള നിലപാടുകളാണ്. അതൊന്നും ഈ അവസരത്തിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ പാർട്ടിയുടെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും വിധേയമായി ചെയ്യുന്നതാകാം. അതിനെല്ലാം ശ്രീമതി KK രമ അടക്കമുള്ളവർ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേട്ടു, ഞാനും അദ്ദേഹവുമായി KMML ഞാൻ പോയിട്ടേ ഇല്ല. KMML സന്ദർശിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയിട്ടില്ല. അതാണ് ഞാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങളല്ല ഈ കേൾക്കുന്നത്. ആരോ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് വേണം സംശയിക്കാൻ. കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു KMML സന്ദർശിക്കാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടായിരുന്നു. ഞാനന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല, എന്നെ അറിയിച്ചില്ല പന്മനയിലെ KMML ആ സ്ഥാപനം സന്ദർശിക്കാൻ. പക്ഷെ ഇന്ന് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയിൽ വായിക്കുന്നതായി ഞാനിപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടു. എന്നോടൊപ്പം KMML സന്ദർശിക്കാനും പന്മന പ്രദേശം സന്ദർശിക്കാനും പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു. അഭിപ്രായം വ്യക്തമാക്കണം. ഞാൻ സന്ദർശിക്കാൻ പോയിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന്റെ സന്ദർശനം അറിഞ്ഞുമില്ല. അവസരവാദപരമായ നിലപാടുകൾ പ്രേമചന്ദ്രൻ സ്വീകരിച്ചുവെന്നാണ് VS പറയുന്നത്. എന്നാൽ TP വധത്തിലും SNC ലാവ്ലിൻ കേസിലും VS ആണ് നിലപാട് മാറ്റിയതെന്ന് പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം തന്നെ പറയുന്നു, അവസരവാദപരമായ നിലപാട് ഞാൻ സ്വീകരിച്ചു. അദ്ദേഹം ഇന്നലെ വരെ സ്വീകരിച്ച നിലപാടുകൾ എന്താ? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സഖാവ് VS സ്വീകരിച്ച നിലപാടെന്താ? SNC ലാവ്ലിൻ കേസിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താ? അങ്ങനെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താ? ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാടെന്താ? ഞാൻ പരസ്യമായി പ്രകടമായി പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നു, ഞങ്ങൾ LDF വിടുന്നു, ഞങ്ങൾ UDFിലേക്ക് ചേരുന്നു, കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. ഇത് പറഞ്ഞിട്ടാണ്. ഇതെല്ലാം ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് CPMന് അകത്തു നിന്നുകൊണ്ട് തന്നെയാണ്. ഈ രണ്ട് നിലപാടുകളും ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്യട്ടെ. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത.